മറ്റൊരു വാർത്ത നോക്കാം. എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ ചോർന്നതിന് പിന്നാലെ അർദ്ധരാത്രി ട്രെയിലർ ഔദ്യോഗികമായി പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. ഇന്നുച്ചയ്ക്ക് പ്ലാൻ ചെയ്തിരുന്ന ട്രെയിലർ റിലീസാണ് ചോർന്നതിന് പിന്നാലെ മറ്റു മാർഗങ്ങളില്ലാതെ റിലീസ് ചെയ്യേണ്ടി വന്നത്. ട്രെയിലറിൽ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പേര് ഇപ്പോഴും തുടരുന്നു എന്നതാണ് കൗതുകം. Stephen, where is he now? Ma'am, you are going live. 5, 4, 3. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 20 അർദ്ധരാത്രി 12:25 എമ്പുരാൻ ട്രെയിലർ ഔദ്യോഗികമായി റിലീസിനെത്തുന്നു. ഫോണിൽ ഈ നോട്ടിഫിക്കേഷൻ കണ്ട മലയാളികളും രാത്രി സോഷ്യൽ മീഡിയയിൽ നോക്കി നിന്നവരുടെ മുന്നിലേക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എമ്പുരാന്റെ ട്രെയിലർ ഔദ്യോഗികമായി പുറത്തിറങ്ങി. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zahid Masood. അണിയറ പ്രവർത്തകർക്ക് പറ്റിയ അബദ്ധമാണോ അതോ ഫാൻ മെയ്ഡ് ട്രെയിലർ ആണോ എന്ന് പോലും ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. എന്നാൽ സംഭവം സത്യമായിരുന്നു. 3 മിനിറ്റ് 51 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറിനൊപ്പം പൃഥ്വിരാജ് സുകുമാറിന്റെ ക്യാപ്ഷൻ, ഈ മണിക്കൂറിൽ ചെകുത്താനെ വിളിച്ചു വരുത്തിയത് നിങ്ങളാണ്. അതറിയണമെങ്കിൽ കുറച്ചു സമയം പിന്നിലേക്ക് പോകണം. മാർച്ച് 19 രാത്രി 11 മണി. സമൂഹ മാധ്യമങ്ങളിൽ 20 ഉച്ചയ്ക്ക് 1:08 ഔദ്യോഗികമായി റിലീസ് ചെയ്യേണ്ട എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലറിന്റെ ചില രംഗങ്ങൾ ചോരുകയാണ്. ആദ്യം പുറത്തു വരുന്നത് ട്രെയിലറിന്റെ ചില സ്ക്രീൻഷോട്ടുകളാണ്. രാത്രി 11:40 പിന്നാലെ ട്രെയിലറിന്റെ തമിഴ് പതിപ്പിന്റെ ചില ഭാഗങ്ങൾ പുറത്തു വരുന്നു. കാട്ടുതീ പോലെ സിനിമാ ഗ്രൂപ്പുകളിൽ ട്രെയിലറിന്റെ ആ ഭാഗങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നു. ചോർന്നുവെന്നും അബദ്ധം പറ്റിയെന്നും മനസ്സിലാക്കിയ അണിയറ പ്രവർത്തകർ പിന്നാലെ ട്രെയിലർ ഔദ്യോഗികമായി 12:27 പുറത്തുവിടുകയായിരുന്നു. ചിത്രത്തിൽ പുതിയതായി നിർമ്മാണത്തിലേക്ക് എത്തിയ ശ്രീ ഗോകുലം മൂവീസിനോടൊപ്പം തന്നെ എമ്പുരാനിൽ നിന്ന് പിന്മാറിയ ലൈക്ക പ്രൊഡക്ഷൻസ് ട്രെയിലറിൽ നിന്നും നീക്കം ചെയ്തിട്ടുമില്ല. എബ്രഹാം ഖുറേഷിയെയും സ്റ്റീഫൻ നെടുമ്പള്ളിയെയും സയ്യിദ് മസൂദിനെയും കാണാൻ ആഗ്രഹിച്ചതെന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറഞ്ഞതിലും 13 മണിക്കൂർ നേരത്തെ എത്തിയതോടെ ആരാധകർ ഹാപ്പിയായി. നാളുകളായി എമ്പുരാൻ ട്രെയിലർ എവിടെയെന്ന് ചോദിച്ചിരുന്ന പ്രേക്ഷകർക്ക് ആശ്വാസവും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം മുതലപ്പുഴി അഴിമുഖത്ത് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധത്തിനിടെ നേരിയ സംഘർഷം. പോലീസുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് സമരക്കാർ. ഫിഷറീസ് സെക്രട്ടറിയും സബ് കളക്ടറും മുതലപ്പുഴയിലെത്തുമെന്ന് സമരക്കാർക്ക് ഉറപ്പ് നൽകി. അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. നമ്മൾ ആ രീതി അവലംബിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇന്ന് പറയാനായിട്ടുള്ളത് നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ ഈ സമരം ഇന്നിവിടെ പ്രഖ്യാപിച്ചത് നമ്മുടെ അവകാശ സമരമാണ്. അതായത് നമ്മുടെ അതിജീവനത്തിന്റെ സമരമാണ്. നമ്മുടെ തൊഴിൽ സംരക്ഷിക്കപ്പെടുവാനുള്ള സമരമാണ്. ഈ സമരം വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതിന് നേതൃത്വത്തെ അംഗീകരിക്കണം. അത് വ്യക്തമായിട്ട് പറയുകയാണ്. ഓക്കെ, ഇന്ന് കാലത്ത് ഇവിടെ നടന്നൊരു സംഭവം, ഒരു വള്ളം ഇവിടെ കല്ലിൽ ഉറച്ചിരിക്കുകയും അതേപോലെ തന്നെ ഈ മണ്ണിൽ ഉറച്ചിരിക്കുകയും, നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, ഇവിടെ ഈ കടൽ പ്രക്ഷുബ്ധമല്ലാത്തത് കൊണ്ട് ഇന്ന് ഒരു 10 പേരുടെ മരണം ഇവിടെ നടക്കാതെ പോയി. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും 10 പേരുടെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ ആ മത്സ്യബന്ധന ഉപകരണം തന്നെ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യം ഇത്രയും വളരെ സങ്കീർണമായ അവസ്ഥയിൽ പോയ സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും കൂട്ടമായിട്ട് ചേർന്നുകൊണ്ട്, അതായത് ഒരു രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മതപരമായ ഒരു ഇതിലോ ഒരു ലേബലും ഇല്ലാതെ തന്നെ മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള ഒരേ വികാരം മനസ്സിൽ വെച്ചുകൊണ്ട് നാളെ രാവിലെ 6 മണി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഞങ്ങൾ നാളെ പോവുകയാണ്. ഇവിടുത്തെ ഹാർബറിലെ 2 ലാൻഡിംഗ് സെന്ററുകളും പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ടും ടോൾ പിരിവ് ഉൾപ്പെടെ ഇവിടെ നിർത്തലായിക്കൊണ്ടും മത്സ്യ തൊഴിലാളികളും അതേപോലെ തന്നെ മത്സ്യ വിപണനം ചെയ്യുന്നവരും ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളും
ഇവിടുത്തെ വള്ളങ്ങളുടെ അസോസിയേഷനുകളും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ശക്തമായ സമര പരിപാടിക്ക് നാളെ കാലത്ത് 6 മണി മുതൽ നേതൃത്വം നൽകുകയാണ്. ഇതിന് കൃത്യമായ ഒരു പരിഹാരം ലഭിക്കാത്ത പക്ഷം ഈ സമരം അനിശ്ചിതകാല സമരത്തിലേക്ക് മാറും. ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറും. ഞങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നത് വരെ ഏതറ്റം വരെയും പോകാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തത്. വി വിനോദ് ചേരുന്നു. വിനോദ്, പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാര ഒരു സമവായ ചർച്ച എവിടെയെങ്കിലും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? അപർണ, 3 ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള അല്ലെങ്കിൽ ഗതാഗതം അനുവദിക്കാതുള്ള മത്സ്യത്തൊഴിലാളികളുടെ സമരം തുടരുന്നത്. പെരുമാതുറ, മുതലപ്പുഴി, പൂത്തുറ ഭാഗങ്ങൾ, ഈ 3 ഇടങ്ങളിലുമായി സമരം തുടരുകയാണ്. ഇപ്പോൾ ഇവിടെ വലിയ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ന്യായമാണ്. കാരണം അവർ പറയുന്നത് നേരത്തെ തന്നെ ഈ മുതലപ്പുഴയിൽ അപകടം ഉണ്ടാകുന്നത് അവിടുത്തെ മണൽത്തിട്ട അത് ജലത്തിന് താഴെയായിരുന്നു, കടൽ വെള്ളത്തിന് താഴെ ഉണ്ടായിരുന്നതാണ്, കാണാൻ കഴിയുന്ന തരത്തിലുണ്ടായിരുന്നതല്ല. അവിടെ ഡ്രഡ്ജിങ് കൃത്യമായി നടത്തുന്നില്ല. കൃത്യമായ ആഴമില്ലാത്തത് കൊണ്ട് തന്നെ ഈ മണൽത്തിട്ടയിൽ മത്സ്യബന്ധന ബോട്ടുകൾ ഇടിക്കുകയും അത് പിന്നീട് സമീപത്തെ ഈ പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറി, കരിങ്കല്ലിലേക്ക് ഇടിച്ചു കയറി വലിയ തോതിൽ അപകടം ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ തിരയുടെ ശക്തി കൂടുന്നത് ആഴമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എത്തുന്ന തിര വലിയ തോതിൽ ഉയരുകയും അവിടെ ഈ ബോട്ടുകൾ ആ തിരയിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുകയും മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഏതാണ്ട് 10 വർഷത്തിനിടെ 85ഓളം ആളുകളാണ് അവിടെ മത്സ്യത്തൊഴിലാളികളാണ് മരണപ്പെട്ടത്. ഇതിൽ അദാനി ഗ്രൂപ്പിനാണ് ഇപ്പോൾ ഡ്രഡ്ജിങ്ങിന്റെ ചുമതല. ബാർജോ മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ വന്നു പോകുന്നുണ്ട്. അതായത് കരിങ്കല്ല് പലയിടങ്ങളിലായി കൊണ്ടുവരുന്ന കരിങ്കല്ല് മുതൽപ്പുഴയിൽ ശേഖരിക്കുകയും പിന്നീട് അവിടെ നിന്നാണ് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പിന് അവിടെ ഈ ഡ്രഡ്ജ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അവർ ആ പണം അനുവദിച്ചെങ്കിലും നീണ്ടുപോവുകയാണ്. മാത്രമല്ല, സർക്കാരാകട്ടെ പലതവണയായി മുതലപ്പുഴയുടെ ഘടന മാറ്റും അല്ലെങ്കിൽ ആ പൊഴിമുഖത്തിന്റെ ഘടന മാറ്റി പുലിമുട്ടുകളുടെ രൂപത്തിൽ മാറ്റം വരുത്തി അപകടം ഒഴിവാക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ പറയുന്നു. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ പലതവണയായി വ്യക്തമാക്കിയതാണ്. പക്ഷേ അവിടെ ഒന്നും തന്നെ നടപടി ഉണ്ടാകുന്നില്ല. ചെന്നൈ IIT ഉണ്ട്, പൂനെയിലെ ഏജൻസി ഉണ്ട്. അങ്ങനെ പല ഏജൻസികളെ ഏൽപ്പിക്കുകയും അതിന്റെ പഠനങ്ങൾ നടക്കുകയും ചെയ്തു എന്നതൊഴിച്ചാൽ ഇതുവരെ നടപടി ഉണ്ടായില്ല. മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യമാകട്ടെ ഈ മണൽത്തിട്ട ജലത്തിന് മുകളിലേക്ക് എത്തുന്ന നില വരെ ആയിട്ടുണ്ട്. മാത്രമല്ല, ജൂണിൽ ട്രോളിംഗ് നിരോധനം വരും. ഏതാണ്ട് 90 ദിവസത്തോളം മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിനു മുൻപുള്ള ഒരു സീസണാണ്. മത്സ്യബന്ധനം നടക്കേണ്ട ഒരു സമയമാണ്. ഈ ഘട്ടത്തിലും മത്സ്യബന്ധനം നടന്നില്ലെങ്കിൽ വലിയ പട്ടിണിയിലേക്ക് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് തന്നെയാണ് ഇത്തരം ഒരു വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നതും ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. അപർണ, മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം മുതലപ്പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ്. 5 തെങ്ങ് തൊട്ട് പെരുമാതുറ വരെ പ്രതിഷേധമാണ്. അഴിമുഖത്തെ മണൽത്തിട്ട നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ശക്തമായ സമരത്തിലേക്ക് കൂടിയാണ് മത്സ്യത്തൊഴിലാളി മേഖല കടന്നിരിക്കുന്നത്.